ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് റീഷ്മ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് എഗ്ഗ് കറിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷസാണ് കേട്ടോ. സംഭവം ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടുന്നില്ല, പോകാം വീഡിയോയിലേക്ക്. പാൻ ചൂടാക്കി അതിൽ എണ്ണ തടവി കൊടുക്കുക. ശേഷം ഒരു മുട്ടയെടുത്ത് അതിൻ്റെ ഉണ്ണി പരമാവധി പൊട്ടാതെ നോക്കണേ. പൊട്ടാതെ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരണേ. ശേഷം അതിലേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോകാതെ ശ്രമിക്കണം കേട്ടോ, നോക്കണേ. എന്നിട്ട് നമുക്കത് വാങ്ങിയെടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, കൊത്തി അരിഞ്ഞതാണേ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അത് ഏകദേശം ഒരു ബ്രൗൺ കളർ, യെല്ലോ കളറായി, ബ്രൗൺ ആവണ്ട, യെല്ലോ കളറാകുമ്പോഴത്തേക്കിനും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്ര ഇട്ട് കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുക്കുക. നമുക്ക് മസാലേൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ. ഉള്ളിയൊക്കെ വരണ്ട് നല്ല ബ്രൗൺ കളറായി കിട്ടും. അപ്പോഴത്തേക്കിനും നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചതാണ്. ഡയറക്റ്റ് നമ്മൾ തക്കാളി ഇതിൽ ചേർക്കുന്നില്ല. അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി കിട്ടുന്നേരം വരെ വേണം കേട്ടോ. അതിനുശേഷം പിന്നെ കുഴിച്ച് കൊടുക്കേണ്ടത് ടൊമാറ്റോയുടെ സോസാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നല്ലപോലെ തിളച്ച് വരും. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. ഒരു കുഴമ്പൻ രൂപത്തിലോട്ട് മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ച മുട്ട, ഞാനിപ്പോൾ 2 മുട്ടയ്ക്കുള്ള മസാലയാണ് ആക്കിയേക്കുന്നത്. അപ്പോൾ ആ മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉണ്ണിയൊന്നും പൊട്ടിപ്പോകാതെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ നമുക്ക് അതിൻ്റെ മസാലയെല്ലാം അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് മുട്ടയിൽ നല്ലപോലെ മസാല ആവുന്ന രീതിയിൽ പൊട്ടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് മുട്ടയുടെ എല്ലാ സൈഡിലും മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് ഒരു പിടുത്തം എടുത്ത് അതിൻ്റെ മേലെ വെറുതെ പച്ചയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്, ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.